മഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കണ്ണൻ കട്ടക്കലിപ്പിൽ നമ്മുടെ മേഘനാഥന്റെ വീട്ടിലോട്ട് വരികയാണ്. എന്നാൽ മേഘനാഥനാണെങ്കിൽ കണ്ണനെ തിരിച്ചും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീയൊക്കെ കുറെ ഉണ്ടാക്കും, നിങ്ങളൊക്കെ എന്നെ ഇല്ലാതാക്കാനല്ലേ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാലക്ഷ്മിയെയും കണ്ണനെയും നമ്മുടെ മേഘനാഥൻ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ മേഘനാഥന്റെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ കലി അടക്കാനാകുന്നില്ല. അങ്ങനെ അവസാനം നമ്മുടെ കണ്ണൻ മേഘനാഥനോട് പറയുന്നുണ്ട്, നീയും നിന്റെ കുടുംബവും ഒരിക്കലും കമലേശ്വരത്തോട്ട് കാല് കുത്തിപ്പോകരുത്. ഇനി അവിടുത്തെ കമ്പനിയുമായി നിങ്ങളുടെ കുടുംബത്തിനും നിനക്കും യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കട്ടക്കലിപ്പിൽ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. എന്നിട്ട് നമ്മുടെ കണ്ണൻ കമലേശ്വരത്ത് വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ദുർഗാമ്മയോടും മഞ്ജുവിനോടും ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും മേഘനാഥനെയും അവന്റെ കുടുംബത്തെയും മറന്നേക്കൂ, ഒരിക്കലും ഞാൻ അവനെ ഈ കുടുംബത്തിലെ മരുമകനാക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ വാശി പിടിക്കുകയാണ്. അങ്ങനെ കണ്ണന്റെ വാക്കുകൾ കേട്ട് നമ്മുടെ ദുർഗയും മഞ്ജുവും കരുണയും ഉണ്ണിയും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഇത് കേട്ടതും നമ്മുടെ വാമദേവനാണെങ്കിൽ നേരെ പ്രതാപനെ കാണാൻ പോവുകയാണ്. പ്രതാപനോട് നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി ഇല്ലാതാകും എന്നൊക്കെ. അപ്പോൾ നമ്മുടെ പ്രതാപൻ നമ്മുടെ വാമദേവന് വാക്ക് കൊടുക്കുന്നുണ്ട്, അവരുടെ മരണ വാർത്ത നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കേൾപ്പിച്ചു തരുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.